ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ സെക്കൻഡ് മോഡ്യൂളിലെ ടോപ്പിക്കാണ് സ്ട്രെസ്സ്. അതേപോലെ തന്നെ സ്ട്രെസ്സ്, സ്ട്രെയിന്, ടൈപ്സ് ഓഫ് സ്ട്രെസ്സ്, ടൈപ്സ് ഓഫ് സ്ട്രെയിന്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി പെർ ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് അതാണ് സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സ്ട്രെസ്സ് ഈസ് ഈക്വൽ ടു force acting on a body, force or load acting on a body divided by cross sectional area. Cross sectional area ഇതാണ് സിംപ്ലി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിക്കും, ഓർ സിഗ്മ, ഈ ലെറ്റർ സിമ്പൽ ഉപയോഗിക്കും. ഇതിനെ പറഞ്ഞ പേരാണ് സിഗ്മ. ഓക്കെ, സ്ട്രെസ്സിന് നമ്മൾ സിഗ്മ എന്നോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് എന്നോ ഉപയോഗിക്കും. നമ്മൾ സിഗ്മ എന്ന് എടുക്കുന്നു. ദെൻ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി എന്താണ്? പി. ഇപ്പോൾ ഒരു ബോഡിയാണിത്, ഒരു ഫോഴ്സ് എനി ഡയറക്ഷനിൽ നിന്ന് ആക്ട് ചെയ്യാണ്. നമ്മൾ ഇതിന് പി എന്നെടുക്കുന്നു, ഇതിൻ്റെ ഏരിയയിൽ കൺസിഡർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞത് ഫോഴ്സ് പി ബൈ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ, ക്യാപിറ്റൽ ലെറ്റർ എ എടുക്കുകയെന്നുണ്ടെങ്കിൽ ദെർഫോർ സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ. ഇതാണ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ. ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റ്, ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കുക. പി എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ അല്ലേ, ഓർ കിലോ ന്യൂട്ടൺ ആണല്ലോ, നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഏരിയൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ mm സ്ക്വയർ. ഓക്കെ, അപ്പോൾ എങ്ങനെ വരിക? സ്ട്രെസ്സിൻ്റെ ഇതെങ്ങനെ വരിക? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്, മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത്, യൂണിറ്റ് എന്ന് പറഞ്ഞത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞത് പാസ്കൽ. പാസ്കലിനെ പി എ എന്ന് എഴുതും. പി ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ പാസ്കൽ. ഇതിനെ 1 പാസ്കൽ ഇസ് ഈക്വൽ ടു എന്താണ്? 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ മെഗാ പാസ്കൽ, അതേപോലെ തന്നെ ജിഗാ പാസ്കൽ എന്നൊക്കെ പറയും. ഈ 1 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞത് ഇവിടെ 1 ന്യൂട്ടൺ പെർ mm സ്ക്വയറിന് ഈക്വലാണ്. 1 ന്യൂട്ടൺ പെർ mm സ്ക്വയറിന്. അതേപോലെ തന്നെ 1 ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ GPa എന്ന് പറഞ്ഞത് 1 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയറിന് ഈക്വലാണ്. ഓക്കെ, അടുത്താണ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്. ഇനി 3 ടൈപ്പ് സ്ട്രെസ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ടെൻസൈൽ സ്ട്രെസ്സ്, ടെൻസൈൽ. രണ്ടാമത്തെ ഒന്നാണ് കംപ്രസീവ് സ്ട്രെസ്സ്, കംപ്രസീവ് സ്ട്രെസ്സ്. മൂന്നാമത്തെ ഒന്നാണ് ഷിയർ സ്ട്രെസ്സ്. ഷിയർ സ്ട്രെസ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ടെൻസൈൽ സ്ട്രെസ് എന്ന് നോക്കാം. സ്ട്രെസ് കാരണം എന്താ? ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതൊരു ബോഡിയാണെന്ന് നോക്കുക. ഈ ബോഡീൻ്റെ മുകളിൽ 2 പുള്ളിങ് ഫോഴ്സ്. ഇതാണ് ടെൻസൈൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കുന്നത്. ഇതാണ് ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ്. ഇങ്ങനെ 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്ന ഈ ഒരു ഫിഗറാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞത്. ഇതിലപ്പോൾ എങ്ങനെ വരിക? സിഗ്മ, ഇവിടുത്തെ സ്ട്രെസ് എങ്ങനെ വരിക? സിഗ്മ ടി ഈസ് ഈക്വൽ ടു, സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് അല്ല, പി. ഫോഴ്സ് പി ബൈ എ. ഇവിടെ ആക്ട് ചെയ്യുന്ന പി ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ എ പറഞ്ഞ ഏരിയയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞത്, ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞത് സിഗ്മ ടി ഈസ് ഈക്വൽ ടു പി ബൈ എ. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്തതാണ് കംപ്രസീവ് സ്ട്രെസ്.
കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഇവിടെ കംപ്രസീവ് ഫോഴ്സാണ് ആക്ട് ചെയ്യുക. കംപ്രസീവ് പി കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഈ ഏരിയയിൽ ഉണ്ടാകുന്ന ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ സ്ട്രെസ് സിഗ്മ സി, അതായത് കംപ്രസീവ് സ്ട്രെസ് സിഗ്മ സി ഇസ് ഈക്വൽ ടു പി ബൈ എ. ഓക്കെ, ഇപ്പോൾ ടെൻസൈൽ നോക്കി, കംപ്രസീവ് നോക്കി. ടെൻസൈൽ എന്ന് പറയുന്നത് പുള്ളിങ് ഫോഴ്സാണ്, അതേപോലെ തന്നെ കംപ്രസീവ് ഉണ്ടാവുക പുഷിങ് ഫോഴ്സാണ്. ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ കണ്ടു, പി ബൈ എ കണ്ടു. ഇനി അടുത്ത ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ബോഡി ഇവിടെ ഫിക്സഡ് ആക്കി ഒരു ബോഡി ആണ് വെക്കുക. ഈ ബോഡീൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ മൂവ് ചെയ്യുക, ഇതെങ്ങനെ ഡീഫോം ചെയ്യുക? ഇവിടെ വെക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് അല്ലേ, ഇതിങ്ങനല്ലേ മൂവ് ചെയ്യുക? കാരണം ഇവിടെ ഫിക്സഡാണ്, ഇവിടെ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു പോർഷനായിരുന്നു ആദ്യം ബോഡി ഇനീഷ്യൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഫിക്സഡ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഇങ്ങനെ മൂവ് ചെയ്തു. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് ഷിയർ. ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്. ഇവിടെ ഉണ്ടാകുന്ന ഇത് പി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന സിഗ്മ എസ് ഷിയർ സ്ട്രെസ്. സിഗ്മ എസ് എന്ന് നോക്കുക ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഫോഴ്സ് പി ബൈ എ. ഇവിടെ ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ് യൂണിറ്റ് വരുന്നത്. ഇവിടെയും ടെൻസൈൽ ന്യൂട്ടൺ പെർ എം സ്ക്വയർ തന്നെയാണ് വരുന്നത്. അവിടെ കംപ്രസീവ് ന്യൂട്ടൺ പെർ എം സ്ക്വയർ തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. ഓക്കെ, അടുത്തതാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ ഇ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്ത്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ, അല്ലെങ്കിൽ ലെങ്ത്ത് ഓർ ഹൈറ്റ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ divided by original dimension. അതായത് നമ്മുടെ ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഡീഫോർമേഷൻ, അതായത് ആ ഡീഫോർമേഷൻ ബൈ ഒറിജിനൽ, ഇപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് എന്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ നമ്മൾ ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ നമ്മൾ ഡെൽറ്റ, ആ ചേഞ്ചിനെ പറയുന്നവരാണ് ഡെൽറ്റ. ഡയമെൻഷൻ ഇപ്പോൾ ലെങ്ത്തിൻ്റെ കേസിൽ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്ത്. ഇതാണ് സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ആണ്. 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ, അതേപോലെ തന്നെ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ദെൻ വോളിമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ടെൻസൈൽ സ്ട്രെയിൻ എന്താ നോക്കാം. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിക്സഡ് ബോഡി ഇവിടെ ടെൻസൈലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, പി എന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇതിൻ്റെ കറൻറ്റ് പൊസിഷൻ എവിടെയാണ്? ഇതാണ് കറൻറ്റ് പൊസിഷൻ. ഈ ബോഡി ഇവിടെ ഇങ്ങോട്ടൊരു പുള്ളിങ് ഫോഴ്സ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ഡീഫോർമേഷൻ സംഭവിക്കും, ചേഞ്ച് വരൂല്ലേ, സ്വാഭാവികമാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എല്ലാണെന്ന് വെക്കുക. ഓക്കെ, ഇവിടെ ഇതിങ്ങോട്ടൊരു പുള്ളിങ് ഫോഴ്സ് ആക്ട് ചെയ്തപ്പോൾ ഇവിടുത്തെ ഈ ചേഞ്ചിൻ്റെ ഇവിടെ ഈ ലെങ്ത്തിന് ചേഞ്ച് വന്നു. ഇത്രയും ഭാഗം ഇവിടെ പുൾ ചെയ്തു അല്ലേ. ഇത് നമുക്ക് ഡെൽറ്റ എൽ എന്ന് പറയാം. ആ ഡീഫോർമേഷന് ചേഞ്ച് ചെയ്ത ഡീഫോർമേഷനാണത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രെയിൻ എങ്ങനെയായിരിക്കും? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എൽ. ഓക്കെ, വേറൊരു കാര്യം പറയാൻ മറന്നുപോയത്, നമ്മൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞത് ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചേഞ്ച് ഈ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എത്ര? മീറ്റർ ആണെങ്കിൽ മീറ്റർ എടുക്കുക, ഡിവൈഡ് ബൈ ഈ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താ? അത് മീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോയി. അപ്പോൾ ഇതിന് യൂണിറ്റ് ഉണ്ടാവില്ല. സ്ട്രെയിൻ എന്ന് പറഞ്ഞത് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. അടുത്തതാണ്
കംപ്രസീവ് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ടെൻസൈൽ സ്ട്രെയിൻ്റെ കേസിൽ പുഷിങ് ഫോഴ്സ് ചെയ്യുന്നു, ഇവിടെ ഒരു പുള്ളിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാം, ഈ ബോഡി ഇങ്ങോട്ട് ചുരുങ്ങൂലേ, ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് എത്രയാണ്, എൽ ഇതാണ്. ഈ ബോഡി ഇങ്ങോട്ട് പുഷിങ് ഫോഴ്സ് ആകുമ്പോൾ എന്താ പറയുക, ടെൻഡൻസി ടു കംപ്രസ്. അപ്പോൾ ഇവിടെ ഒരു ഡെൽറ്റ എൽ ചേഞ്ച് വരും. ഈ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് പുഷിങ് ഫോഴ്സ് വരുമ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഇൻ ലെങ്ത്ത് വരും. അപ്പോൾ ഇവിടുത്തെ സ്ട്രെയിൻ എന്താ വരിക, സ്ട്രെയിനിങ് നമ്മൾ എന്താ പഠിച്ച്, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത്ത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അവിടെ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെയിൻ്റെ കേസിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണം, ഇവിടെ ഷിയർ വരിക. ഇപ്പോൾ ഡീഫോർമേഷൻ സംഭവിക്കുക ഇങ്ങനെയാണ്, ഇത് ഫിക്സഡാണ്. ഒന്ന് കൊടുക്കുമ്പോൾ ഇതിന് ഡീഫോർമേഷൻ ഇങ്ങനെയാണ് സംഭവിക്കുക. ഈ പിക്ചറിൽ ഇത് ഈ എച്ച് ഹൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഡീഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഇതെന്താവും, ഒരു ചേഞ്ച് ഇൻ ലെങ്ത്ത് വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ മാറ്റി വരക്കുന്നുണ്ട്, തീറ്റ. ഇത് ഡെൽറ്റ എൽ, ഡിസ്റ്റൻസ് ഡെൽറ്റ എൽ, ഈ ഹൈറ്റ് എച്ച്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്ലൈഡിങ് ആണല്ലോ, സ്ലൈഡിങ് ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിളാണ് നമുക്ക് നോക്കേണ്ടത് കാണേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഇവിടുത്തെ കേസിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് വരിക. ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഇവിടുത്തെ സ്ട്രെയിന്. ഓക്കെ, ഇവിടുത്തെ സ്ട്രെയിനാണിത്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ചേഞ്ച് ഇൻ ലെങ്ത് ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, ഇവിടെ ഡീഫോർമേഷൻ സംഭവിച്ചപ്പോൾ ഈ ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ്റെ ടൈപ്സിൽ ലാസ്റ്റ് ആണ് വോളിമെട്രിക് സ്ട്രെയിന്. ഇതെന്ന് വെച്ചാൽ സിംപ്ലി ഒരു ക്യൂബ്, ആ ക്യൂബിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ആണ് എന്നുണ്ടെങ്കിൽ, ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ആണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ വോളിയം വിയും ആണ് എന്നുണ്ടെങ്കിൽ, ഇത് ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി, ഒറിജിനൽ വോളിയം വി ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം, ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി ആയിരിക്കും. ഓക്കെ.